ഇത് സോണിയുടെ KDL32EX650 എന്ന് പറഞ്ഞ ഒരു ഫുൾ HD പാനലുള്ള ഒരു ടി വി ആണ്. ഇതിൻ്റെ പാനലിൻ്റെ കംപ്ലൈൻറ്റ് നിങ്ങൾ കണ്ടല്ലോ. ശരിക്കും ഇത് ഈ പാനൽ പോയതാണ്. പക്ഷേ ഈ ഫുൾ HD പാനൽ, ഈ ടൈപ്പ് പഴയ ഫുൾ HD പാനൽ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. പക്ഷെ നമുക്ക് ചെറിയ കുറേ പരിപാടികളോട് ഇത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് ഇതിടുന്നത്. ഇത് റിപ്പയർ ചെയ്താൽ ഒരു ചെറിയ വരയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ തുള്ളൽ, അങ്ങനെ കളർ ചേഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഒന്ന് രണ്ട് വരകൾ ഇതിൽ വന്നിരിക്കുന്ന അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അത് സ്കോപ്പിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് റിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ സൂക്ഷ്മമായിട്ട് കാണുക. അപ്പോൾ അത് എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം സോണിയുടെ ഓൾഡ് മോഡൽ ഫുൾ HD 32 ഇഞ്ച് LED TV പാനൽ കംപ്ലൈൻറ്റ് റിപ്പയറിങ്. കേടാകാൻ വേറെ കാരണമൊന്നും വേണ്ട, ഇത് മതി. സുഖമായിട്ട് ഓണാക്കി വിട്ടു. അതല്ല സ്വിച്ച്, അതല്ല ചേട്ടാ. ഉറുമ്പ് ഇനിയും പോയിട്ടില്ല, അതെല്ലാം ഉറുമ്പ. പിന്നെ ക്വാളിറ്റി പവർ സപ്ലൈ ആണെന്നൊക്കെ കണ്ടോ, സൂപ്പർ പവർ സപ്ലൈ ആണ്. സോണി X Reality Proയുടെ ബോർഡാണ്. ബോർഡിൻ്റെ ഡിസൈനൊക്കെ കണ്ടോ, നല്ല ഇങ്ങനെ കേങ്കോണിച്ച് നല്ല ക്വാളിറ്റി സെറ്റുകളായിരുന്നു. ഓ, എന്തുറുമ്പ ഇത്! ഉറുമ്പിൻ്റെ സംസ്ഥാന സമ്മേളനം. ഒന്നുകൂടെ ഞെടുത്ത പേനെ അടിച്ചോ. ഓണാക്കിയാ. ആ, ചവിട്ടി പൊട്ടിച്ചോ. പതുക്കെ നിമ്പ ചവിട്ടുപോലെ അല്ല ചവിട്ടുന്നത്, പതുക്കെ വിരൽ വെച്ച് ചവിട്ടുമല്ല, കൈ വെച്ച് ചെയ്യണ്ട. ഇങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ ഉണ്ടോ, അത് പോയല്ലോ, കുഴപ്പമായല്ലോ. എന്നാ ചവിട്ടാ നിമ്പ ചവിട്ടി, ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ചവിട്ടല്ലേ. സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ് സ്വിച്ച്, കൈ വെച്ച് ചെയ്യണ്ട. ഇത് ഇപ്പോൾ ഒച്ചയായി പൊട്ടിയത്, അങ്ങനെ ചവിട്ടല്ലേ കേട്ടോ. കസ്റ്റമർ പറഞ്ഞ തുള്ളലും ചാട്ടലും കളർ ചേഞ്ചും മാറ്റണം, വര മാറ്റാൻ പറ്റിയായിരുന്നു ഞാൻ പറഞ്ഞത്. അത് സ്കെയിലർ മറ്റേ സ്കോപ്പിൻ്റെ ഇതാണ്. വര മാറ്റാൻ അത്യാവശ്യം പണം കാണാവുന്ന പോലെ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തു വിടാം, മനസ്സിലായില്ലേ? വേറെ വിഷയമൊന്നുമില്ല.
ഇതെനിക്ക് വലിയ തൃപ്തിയൊന്നും ആയിട്ടില്ല. ഒരുവിധം ജസ്റ്റൊക്കെ ഒന്ന് പടം കാണാം, ചാട്ടവും തുള്ളലും ഒക്കെ പോയി. ശരിക്കും ഇത് പാനൽ പോയതാണ്, ഫുൾ എച്ച് ഡി പാനലാണ്. ഇപ്പോൾ ഫുൾ എച്ച് ഡി പാനലൊന്നും ഒരു കമ്പനി ഇറക്കുന്നില്ല. സാറിന് ജസ്റ്റ് ഒന്ന് വാർത്തയൊക്കെ കാണാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം, ഉപേക്ഷിച്ച് കളയുന്നതിന് പകരം. അപ്പം അങ്ങനെ നമ്മളത് പാക്ക് ചെയ്യുകയാണ്. എൻ്റെ കവറന്തി ഓക്കെ. നല്ല ക്വാളിറ്റി ടി വി ഒക്കെ, നല്ല സ്ലിം പാനലും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ പാനൽ പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. ടെക്നോളജി മാറുന്നതാണ് അതിൻ്റെ സംഗതി. കനം കുറച്ചുണ്ടാക്കിയപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇറക്കിയിട്ടിട്ടൊരു സ്ക്രൂ ഒക്കെ ഉണ്ട് പരിപാടി. ആ സ്ക്രൂവിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. ആ സ്ക്രൂ വാഷറുള്ള സ്ക്രൂ ആണ് അത് വരുന്നത്. വാഷറുള്ള സ്ക്രൂ ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിലുള്ള സ്ക്രൂ ഉണ്ട്. പ്ലാസ്റ്റിക്കിലുള്ള സ്ക്രൂകൾ ഇങ്ങനെ ചെറിയ ടൈപ്പ് പിരിയാണ്. പ്ലാസ്റ്റിക്കിലുള്ള 1, 2, 3 സ്ക്രൂ ഉണ്ട്. ആ 3 ഞാൻ ഇടുവാണ്. പിന്നെ മെറ്റീരിയലുള്ള സ്ക്രൂ. മെറ്റീരിയലുള്ള സ്ക്രൂ ചിലതൊക്കെ ഉണ്ട്. ഇത് കണ്ട് ഈ മെറ്റീരിയൽ ഡയറക്റ്റ് വരും, വാഷറുള്ളതാണത്. മെറ്റീരിയൽ ഡയറക്റ്റ് വരുന്ന സ്ക്രൂ അത് നോക്കി തന്നെ ഇടണം, എങ്കിലേ കയറത്തുള്ളൂ. പിന്നെ സാധാരണ സ്ക്രൂകൾ വേറെ ഉണ്ട്. അങ്ങനെ പല സൈസ് സ്ക്രൂ ഒക്കെ വെച്ചൊക്കെയാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം മെറ്റലുള്ള സ്ക്രൂകളും കഴിഞ്ഞു. ഇനി നോർമൽ സ്ക്രൂ, പ്ലാസ്റ്റിക്കിൽ തന്നെയാണ്, എന്നാലും നോർമൽ സ്ക്രൂ. ഈ സെറ്റിൻ്റെ മോഡൽ നമ്പർ KDL 32EX 650 എന്ന് പറഞ്ഞാൽ ഫുൾ HD TV ആണ്. സൂപ്പർ TV ആയിരുന്നു. മെയ്ഡ് ഇൻ മലേഷ്യ. സൂപ്പർ, നല്ല സ്ലിം ആയിട്ടുള്ള നല്ല പിക്ചർ ക്വാളിറ്റി ആയിരുന്നു. പണ്ട് സോണി സാംസങ് കൂടെ ഒന്നിച്ച് പാനൽ ഉണ്ടാക്കിയിരുന്ന കാലത്തുള്ള സെറ്റാണ്. സോണി കഴിഞ്ഞാൽ പിന്നെ നല്ല ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ സാംസങ്ങും LG. രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുമെങ്കിലും എനിക്ക് വ്യക്തിപരമായിട്ട് LGയെക്കാളും കുറച്ചുകൂടി ഇഷ്ടം സാംസങ്ങിനാണ്. കാരണം സാംസങ്ങിൻ്റെ പിക്ചർ ക്വാളിറ്റി ഏകദേശം സോണിയുടെ അടുത്തൊക്കെ വരും. വലിയ കുറ്റം പറയാനില്ല പിക്ചർ ക്വാളിറ്റിയും കാര്യങ്ങളും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സെറ്റുകൾ മോശമാകുമ്പോൾ നമുക്ക് കൂടുതൽ പ്രയാസം വരുമ്പോൾ നമ്മൾ എന്നേരമൊക്കെ പറയും കേട്ടോ. അല്ലാതെ നമ്മൾ ആരെയും പർപ്പസ്ഫുള്ളി ഒന്നും പറയുന്നതല്ല. നമ്മൾ ഇഷ്ടമുള്ള മക്കൾ കൂടുതൽ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ കൂടുതൽ വഴക്ക് പറയല്ലേ എന്ന് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. പിന്നെ
പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ്. എല്ലാം കംപ്ലൈൻറ്റും ഒക്കെ കൂടുതലാണ്, അത്രേ ഉള്ളൂ. അപ്പം ഇത് നല്ലൊരു ടി വി ആയിരുന്നു. എന്നാണ് ഇപ്പം അത്യാവശ്യം പണം കാണാവുന്ന പോലെ ആക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി പാനൽ പോയതാണ്. എന്നാലും ബാക്കി ബോർഡുമെല്ലാം നല്ല സൂപ്പറാണ്. ഒറ്റ കംപ്ലൈൻറ്റും ഇല്ല ബോർഡിനും കാര്യങ്ങൾക്കുമൊക്കെ. ഇതിപ്പം ഇച്ചിരിമേ വണ്ണി കൊടുത്തോളേ കേട്ടോ. കൊണ്ടപ്പടം കാണിച്ച് കൊടുത്തു വിട്ടു. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് തീർന്നു. സോണിയുടെ പഴയ ഒരു രാജാവാണ് EX650 32S650. നല്ല ടി വിയാണ്. പാനലിൽ പിക്ചർ ഇല്ലായിരുന്നു, ഇപ്പോൾ പിക്ചർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പിക്ചർ ഇല്ലെന്നുള്ളതേ ഉള്ളൂ, വീഡിയോ കൊടുത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.